for last paper publication and posted for passing final decree. OS 162/2005 അന്തിമ വിധി പറയുന്നതിന് 3 മാസ സമയം അനുവദിച്ചിരിക്കുന്നു. കേസ് 3/5/2012 അവധിക്ക് വെച്ചിരിക്കുന്നു. അങ്ങനെ 7 വർഷത്തെ കാത്തിരിപ്പ് അവസാനിക്കുന്നു. 3 മാസം കഴിഞ്ഞാൽ കോടതിയും സമ്മതിക്കും ഹരിനാരായണൻ എന്നൊരാൾ ഈ ഭൂമുഖത്ത് ജീവിച്ചിരിപ്പില്ലെന്ന്. ഒരു തരത്തിൽ പറഞ്ഞാൽ സിവിൽ ഡെത്ത്. നിയമത്തിന്റെ നൂലാമാലകളൊന്നും ഇനി ബാക്കി ഉണ്ടാവില്ല, അല്ല വക്കീലെ? പിന്നെ ഞാൻ ഈ കൂട്ടും പിടിച്ച് വക്കീലാണെന്ന് പറഞ്ഞ് നടക്കുന്നത് എന്തിനാണെന്താ? ഇപ്പൊ തന്നെ എല്ലാം കഴിഞ്ഞതാ. പിന്നെ ഒരു ഫോർമാലിറ്റി, ഒരു പത്രപരസ്യം, അത്രേ ഉള്ളൂ. ഹരി ജീവിച്ചിരിപ്പില്ലെന്ന് കോടതി വക ഒരു ലാസ്റ്റ് കൺഫർമേഷൻ, തീർന്നു. അതിപ്പോ ഏതെങ്കിലും ഒരു അന്തിപത്രത്തില് ഒരു സ്റ്റാമ്പ് സൈസ്, അത്രയും മതി. പിന്നെ കോടതി അല്ലെങ്കിൽ പ്രഖ്യാപിക്കല്ലേ. അന്തിമ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയ പിന്നെ എല്ലാം നിങ്ങളുടെ അല്ലേ. ഹരിയുടെ പേർക്കുള്ള 127 ഏക്കർ നിലവും പുരയിടവും എല്ലാം പിന്നീട് അങ്ങോട്ട് തിന്ന് വീറ്റും മൂട്ടിക്കാം. എവിടെ തള്ളാനി? എന്തേ അവന് നാട് വിട്ടോ? ഹരിച്ചു കിടക്കാൻ ഒരു കട്ട്ലർ ഒഴിച്ചിട്ടില്ലേ? വെറുതെ അവൻ ചത്തു. 3 മാസം കഴിഞ്ഞാൽ അത് കോടതിയും സമ്മതിക്കും. പിന്നെ ഇക്കണ്ട മുതല് മുഴുവൻ അവന്റെ അനന്തരാവകാശികള്, അതായത് ഞങ്ങള് അനുഭവിക്കും. ആഹാ, കെട്ടിലമ്മ ഇവിടെ ഉണ്ടായിരുന്നോ? ചത്ത് മണ്ണടിഞ്ഞ ഒരുത്തിന് വേണ്ടി വ്രതം നോച്ചിരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയില്ലേ? മതി, നിർത്തിക്കോ. അവൻ ഇനി വരില്ല. നീ വിഷമിക്കണ്ടടി മോളെ, ചത്തുപോയൊരു പോട്ടെ. കാക്കാശിന് വകയില്ലെങ്കിലും എനിക്ക് നിന്നെ ഇഷ്ടമാ. ഞാൻ കെട്ടിക്കോളാടി നിന്നെ. നിന്റെ വീടോ? അത് പണ്ട് എന്റെ ചെറിയച്ഛൻ ഒരു അബദ്ധം പറ്റി. നിന്റെ അച്ഛൻ പെങ്ങളെ സമ്മതം കഴിച്ചത് ആ ഒരൊറ്റ കാരണം കൊണ്ട് ഈ കാലം അത്രയും വെച്ച് അനുഭവിച്ചില്ലേ? ഇക്കണ്ട സ്വത്തുക്കൾ മുഴുവൻ നീയും നിന്റെ ആങ്ങളെയും. അതിന്റെ മധുരം തീർന്നറി. ഇനി ഞങ്ങളുടെ കാലവാ. തള്ളേ, കൊച്ചുമക്കളെ വിളിച്ചോണ്ട് ഇപ്പൊ ഇറങ്ങിയാൽ ചത്താ കുഴിച്ചിടാൻ 6 അടി മണ്ണെങ്കിലും തരും. ഇല്ലെങ്കിൽ പഞ്ചായത്ത് വക ചുടലപ്പറമ്പേ കാണൂ. പുഴുത്ത് ചത്ത നിന്നെ തന്ത വിചാരിച്ചിട്ട് സാധിച്ചിട്ടില്ല. പിന്നെ നീ വന്നോണ്ടല്ലേ. അവസാനായിട്ട് പറയാ, നിന്റെ പുന്നാരാങ്ങളുണ്ടല്ലോ അനി, അവനോട് പറഞ്ഞേക്ക് ഈ കേസ് തോറ്റു കഴിയുമ്പോ പുതിയ അപ്പീലായിട്ട് എങ്ങാനും വന്നാൽ വെട്ടി അരിഞ്ഞ് ചെളി താഴ്ത്തുന്നു. എവിടോ കളവാനി? ഞാനിവിടെ ഉണ്ട്. നീ പേടിച്ച് കവുങ്ങിന്റെ മണ്ടേ കയറിക്കാണ്. പോടാ, എന്റെ പട്ടി പേടിക്കും. ഒന്ന് ആടാണ്ടിരിക്കും. അവന്മാര് പേടിക്കും, ഞാൻ പേടിച്ച് പറിക്കുന്നതാണ്. എന്റെ തളപ്പ് താഴേക്ക് വീണുപോയി. ധൈര്യം ഉണ്ടെങ്കിൽ നീ അല്ലെങ്കിൽ മേലേക്ക് ഇറങ്ങി താടാ. എന്താ നിനക്കിപ്പോ മനസ്സിലായില്ലേ? നിങ്ങളെക്കാളൊക്കെ വളരെ മേലെയാണ് ഞാനെന്ന്. നീ മേലെ തന്നെ ഇരുന്നോടാ. ഒന്ന് അറിയിച്ചിട്ട് പോവാ വന്നതാ. കാലം കുറെ ആയല്ലോ ഞങ്ങളുടെ മുതല് വെട്ടിത്തിന തുടങ്ങിയിട്ട്. ഇനി നിർത്തിക്കോ. 3 മാസം കൂടിയേ ഉള്ളൂ. കോടതി ഉത്തരവ് കിട്ടിയാൽ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഇതെല്ലാം. പിന്നെ എങ്ങാനും ഇതേ തൊടാ വന്നാൽ വെട്ടി നുറുക്കും ഞങ്ങള്. നീ അങ്ങ് പുളുത്തും. ഇനി 3 മാസമില്ല. എന്താ നമുക്ക് കാണാം. നീ ഇങ്ങോട്ട് ഇറങ്ങി വേണം. എന്നെ പട്ടി വരും. ആണാണെങ്കിൽ നീ ഇങ്ങോട്ട് കയറി വേണം. നിന്റെയൊക്കെ കടം ഞാൻ ഹരിക്ക് മാറ്റി വെച്ചിരിക്കുക. അത് അവൻ തന്നെ തീർത്തോളൂ. നിന്റെ ഹരി തിരിച്ചു വരില്ല. ഇനി വന്നാലും നീ ഒന്നും കാണാനും പോണില്ല. ഇല്ലെങ്കിൽ കാക്ക മലന്ന് പറക്കണം. ഹരി തിരിച്ചു വരും. കാക്ക മലന്ന് പറക്കുകയും ചെയ്യും. നീ ഇങ്ങോട്ട് ഇറങ്ങി വാടാ. ഓ, നിന്നെ ഞാനല്ലേ ആദ്യം വിളിച്ചത്. ലേഡീസ് ഫസ്റ്റ്. നീ ആദ്യം കയറി വാടി. ചേട്ടാ, വൈകുന്നേരം വരെ നിന്നാലും വരും തോന്നല്ലേ? നമുക്ക് പോയാലോ? നീ ഇങ്ങോട്ട് ഇറങ്ങി വരുമല്ലോ. നിന്നെ ഞാൻ എടുത്തോളാം. എടുക്കണേ. പതുക്കെ ഇറങ്ങാം. ഞാൻ അവന്റെ അമ്മൂമ്മയുടെ തിരുവാതിര കളിക്ക് പൂക്കുലവട്ടം കയറിയതാ. കിട്ടിയില്ല. അല്ല പിന്നെ. പക്ഷെ വന്നപ്പോഴേക്കും അമ്മ രക്ഷപ്പെട്ടോളൂ. അല്ലല്ലോ അനുകൂലമാണോ അമ്മയുടെ കളി? അയ്യോ, ഇവര് പോയില്ലേ? പോയില്ലേ? വെറുതെ ഇരുന്നില്ലേ?
ഒന്ന് വേഗം ആവട്ടെ അച്ചു. അനിക്കുട്ടന് വിശക്കണുണ്ടാവും. ഒന്ന് ബഹളം വെക്കാതിരി അച്ഛമ്മേ. അനിയേട്ടൻ ടിവിയുടെ മുമ്പിൽ നിന്ന് എണീക്കണമെങ്കിൽ 10 മണിയെങ്കിലാവും. അച്ചു നീ ഇങ്ങോട്ട് വന്നേ. ദേ നമ്മുടെ ഹരി എവിടെ? ടിവിയില്. നിക്ക്, ഞാനൊന്ന് കൈ കഴുകിട്ട് വരാം. വരാൻ. നീ കൈ കഴുകി പൊട്ടുന്നോട്ട് വരുമ്പോഴേക്കും അവനങ്ങ് പോകും. വേഗം നടക്കും. ഇന്നിപ്പോ ടിവിയിലാ. ഈ മാസത്തെ എത്രാമത്തെ കണ്ടെത്തല അനിയേട്ട ഹരിയേട്ടനെ? ഇതങ്ങനെയല്ല, നീ ഒന്ന് കാണ്. ഈ പഞ്ചാബിന്റെ ഉൾനാടൻ ഗ്രാമങ്ങളിലൊന്നിൽ ഒരു കൊച്ചു കേരളം തന്നെ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയോ? ഇത് നമ്മുടെ സുബേദയുടെ ലാത്തി ചാർജ് അല്ലേ? ഞാൻ കാണാറുള്ളതാ. അതല്ലടി, നീ നോക്ക്. മലയാളം സംസാരിക്കുന്ന, അതുപോലെ മലയാളികൾ ധാരാളമായി തിങ്ങിപ്പാർക്കുന്ന, ഈവൻ മലയാളം മാതൃഭാഷയായിട്ടുള്ള ഒരു സ്കൂൾ വരെയുള്ള ഈ ഗ്രാമത്തിന്റെ പേര് മല്ലു സ്ട്രീറ്റ് എന്നാണ്. ശരിക്കും ഈ മല്ലു സ്ട്രീറ്റിന്റെ ഉത്ഭവത്തെ കുറിച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥ തന്നെയുണ്ട്. 1984 ഇന്ദിരാജി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യ ഒട്ടുക്ക് ഒരുപാട് കലാപങ്ങളുണ്ടായി. അതിന്റെ ചുവട് പിടിച്ച് നമ്മുടെ കേരളത്തിലും ചില ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ടായി. അന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് പലായനം ചെയ്ത കുറെ സിഖുകാരും അവരുടെ ആശ്രിതരും അതേപോലെ സഹായികളും ഇവരെല്ലാവരും കൂടെ കുടിയേറി പാർത്ത ഈ സ്ഥലമാണ് മല്ലു സ്ട്രീറ്റ്. കേരളം വിട്ടെങ്കിലും ഇവരാരും നമ്മുടെ മലയാളവും അതേപോലെ തന്നെ കേരളത്തിന്റെ സംസ്കാരവും ഒന്നും മറന്നില്ല. അവരനുഭവിച്ച കേരളം ഇവിടെ പറിച്ചു നടുകയായിരുന്നു. ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മല്ലു സ്ട്രീറ്റിലെ മലയാളം മീഡിയം സ്കൂൾ. ഇവരാണ് നമ്മുടെ മലയാളി പഞ്ചാബി കുട്ടികൾ. നമസ്കാരം മക്കളെ. മല്ലു സ്ട്രീറ്റിലെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം. ഈ ചായക്കട നേരത്തെ കാണിച്ചപ്പോഴാണ് ഞാൻ ഹരിയെ കണ്ടത്. ചായക്കട അല്ല അനിയേട്ട, ദാബ. ഇതാണ് ദാബ. അത് തന്നെ, ഇവിടുത്തെ ചായക്കട, അവിടുത്തെ ദാബ. നീ ആദ്യം ഇത് നോക്ക്. ഇദ്ദേഹം മിസ്റ്റർ വീർ പ്രതാപ് സിംഗ്. ഇവിടെ മല്ലു സ്ട്രീറ്റിലെ പല പ്രധാനപ്പെട്ട ബിസിനസ്സുകൾ ഇദ്ദേഹത്തിന്റേതാണ്. നമുക്ക് പരിചയപ്പെടാം. സർ, നിങ്ങൾ കേരളത്തിൽ എവിടെയായിരുന്നു? ഇവിടെ എങ്ങനെ വന്നുപെട്ടു? ജന്മം കൊണ്ട് സിഖുകാരാണെങ്കിലും കർമ്മം കൊണ്ട് ഞങ്ങളെല്ലാം മലയാളികളാ. അവിടെ കൊച്ചിയില് സ്പെയർ പാർട്സ് ബിസിനസ് ആയിരുന്നു. ഇവിടെ എത്ര കുടുംബങ്ങളുണ്ട്? 30ഓളം കുടുംബങ്ങൾ. സാറിന്റെ കുടുംബം? 5 മക്കൾ. ഭാര്യ മലയാളിയാ. ഇവിടെ ഇപ്പൊ മകനുണ്ട്. അവനാ എല്ലാ ബിസിനസ്സും നോക്കി നടത്തുന്നത്. മകന്റെ പേരെന്താ? ശരിയായ പേര് ഹരീന്ദർ സിംഗ്. പിന്നെ ഇവിടുത്തുകാരൻ അവനെ വിളിക്കുന്ന ഒരു പേരുണ്ട്, മല്ലു സിംഗ്. അതെന്താ അങ്ങനെ ഒരു പേര്? അമ്മ മലയാളി, അച്ഛൻ സിംഗ്. പാതി മലയാളി പാതി സിംഗ്. മല്ലു സിംഗ്. മല്ലു സിംഗിന്റെ കൂടുതൽ വിശേഷങ്ങളായി നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. ഇനി ഇറങ്ങാറായില്ലേ? വണ്ടി പോകട്ടോ. അച്ചു ആ എവിടെ? ദാ വന്നു. എന്റെ അനിക്കുട്ട, ഒന്നുകൂടി ആലോചിച്ചിട്ട് പോയാ പോരെ? എന്ത്? നീ ആണെങ്കിൽ ജീവിതത്തിൽ ആദ്യമായിട്ടാ തീവണ്ടി കയറണത്. അച്ഛമ്മയൊന്നും പേടിപ്പിക്കാതിരിക്കണ്ടോ? ഇതിപ്പോ ഹരി അന്വേഷിച്ച് നമ്മൾ പൊള്ളാച്ചിക്ക് പോയ പോലെ ആകുമെന്ന എന്റെ പേടി. അന്ന് ഹരിയാണെന്ന് പറഞ്ഞ് അനിക്കുട്ടൻ ഒരു കൗണ്ടർ കയറി കെട്ടിപ്പിടിച്ചു. പിന്നെ കൗണ്ടർ മുട്ടുകാല് മടക്കി കയറ്റുന്നതാണ് ഞാൻ കാണുന്നത്. എന്റെ അനിയേട്ടാ, ടിവി കണ്ടത് ഹരിയേട്ടനാണെന്ന് എന്താ ഇത്ര ഉറപ്പ്? ഒരാളെ പോലെ 7 പേരുണ്ടാവുന്നാ പറയുന്നത്. അതാണ് കൽക്കത്തയിൽ താമസിക്കുന്ന തെക്കേലെ ശാരദത്തില്ലേ, അവരെ മകൻ അനിക്കുട്ടൻ അതേ ചായയാണെന്നാ പറയുന്നത്. അതിപ്പോ എന്റെ അച്ഛന് കൽക്കട്ട ഒരു ദൂരമേ ആയിരുന്നില്ല. പഠിച്ചുകൊണ്ടിരുന്നപ്പോ ഹിന്ദിക്ക് 10 മാർക്ക് തികച്ചും മേടിക്കാത്ത ചെക്കനാ ഇവൻ. ഈശ്വരാ, എന്തൊക്കെ ആവോ എന്തോ. അച്ഛമ്മയോട് ഞാൻ പേടിപ്പിക്കില്ലെന്ന് പറഞ്ഞിട്ടോ? ഹിന്ദി ഇപ്പൊ അത്ര പ്രശ്നമുള്ള ഭാഷ ഒന്നുമല്ല. നമ്മൾ എത്ര ആളുകൾ എത്ര നാട്ടിലേക്ക് കയറ്റി വിട്ടിട്ടുണ്ട്. ശരിക്കും ഇതിപ്പോ പഠിപ്പിച്ചു തരാം. ഒന്നുമില്ല, ഞാൻ പറഞ്ഞാണ്ട് പറഞ്ഞാൽ മതി. സാരേ ജഹാസെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര. എങ്ങനെ? ഇത്തിരി ബുദ്ധിമുട്ടുള്ളതാണ്, എന്നാലും ഒന്ന് പറഞ്ഞു നോക്കിയേ. എന്റെ നാണുവേ, എന്നാ തനിക്കും കൂടി ഒന്ന് പോവായിരുന്നില്ലേ? എനിക്കറിയാം, അതല്ലേ ഞാൻ നേരത്തെ ഹിന്ദി പോലത്താതിരുന്നത്. ഞാൻ പോയാൽ ഇവിടുത്തെ കാര്യസ്ഥ പണി പിന്നെ ആര് നോക്കും? അനിയേട്ടാ, ഹരിയേട്ടൻ പോയിട്ട് ഇപ്പൊ 7 വർഷമാകുന്നു. ഇതുവരെ ഒരു കത്ത് പോലും അയച്ചിട്ടില്ല. അനിയേട്ടന് ഉറപ്പുണ്ടോ ഇത് ഹരിയേട്ടനാണെന്ന്? ഹരിയുടെ ഒരു നിഴല് പോലും എനിക്ക് തിരിച്ചറിയാനാവും. എവിടെ പോയി ഒളിച്ചാലും അവനെ ഞാൻ തിരിച്ചുകൊണ്ടുവരും. നീ വിഷമിക്കണ്ടടി, ഞാൻ അവിടെ എത്തിയിട്ട് വിളിക്കാം. മലയാളം ഹിന്ദി ഭാഷാ സഹായി. ചേട്ടാ എത്ര? 150. എന്നാലും കുഴപ്പമില്ല, വലിയ പോരെ. അതാ ഇതാ ചേട്ടാ, വേഗം വേഗം.
ആദ്യം കയറി സീറ്റ് പിടിക്കണം. സോറി, ഞാൻ ഒന്ന് കയറിക്കോട്ടെ. ഒന്ന് മാറണം, ഞാനൊന്ന് എടുത്ത് കയറട്ടെ. അയ്യോ, വണ്ടി വിട്ടു. ഒന്ന് മാറണം. ചേട്ടാ പോലെ കഴിഞ്ഞു, ഇനി ആരുമില്ലല്ലോ.